UDF ഇത്തവണ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഇരു മുന്നണികളും അന്തിമ രൂപത്തിലേക്ക്. ഒരു സീറ്റ് പോലുമില്ലാത്ത കോൺഗ്രസ് ജില്ലയിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കുന്നത് 10ഓളം സീറ്റുകളാണ്. പലരും ഇതിനോടകം പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. ആകെയുള്ള 13 ഇടങ്ങളിൽ 11ഇടത്തും LDF ആണ്. പേരിന് പോലും ഒരു കോൺഗ്രസ് പ്രാതിനിധ്യം പതിറ്റാണ്ടുകളായി ജില്ലയിലില്ല. ഇത്തവണ പക്ഷേ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. ബേപ്പൂരിൽ 200-ൽ താഴെയാണ് ഇടത് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഒന്ന് ആഞ്ഞുപിടിച്ചാൽ 10 സീറ്റ് വരെ നേടാൻ കഴിഞ്ഞേക്കുമെന്നാണ് UDF പ്രതീക്ഷ. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും വടകര MP ഷാഫി പറമ്പിലിന്റെയും ഇടപെടലുകൾ ജില്ലയിലെ പാർട്ടിയുടെ തിരിച്ചുവരവിന് കളമൊരുക്കിയിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. കോഴിക്കോട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെ 2021-ലൊക്കെ ഉണ്ടായിരുന്ന പോലെ LDFനൊരു ക്ലീൻ വിക്ടറി അല്ലെ സ്വീപ്പ് വിക്ടറി എന്ന് പറയാവുന്ന രൂപത്തിൽ പോവില്ല. കാരണം പല മണ്ഡലങ്ങളിലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് എങ്ങോട്ട് പോകുന്നുള്ളത്. UDFലെ പല നേതാക്കളും ഇതിനോടകം മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു. കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, നാഥാപുരത്ത് KM അഭിജിത്ത്, ബേപ്പൂരിൽ PV അൻവർ എന്നിവർ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ് എന്നിവരും മത്സരിച്ചേക്കും. രമ്യ ഹരിദാസിനെയും ജില്ലയിലെ ഒരു സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്. LDFൽ സിറ്റിംഗ് MLA-മാരായ PA മുഹമ്മദ് റിയാസ്, തോട്ടത്തിൽ രവീന്ദ്രൻ, KP മുഹമ്മദ് കുട്ടി, KP കുഞ്ഞമ്മദ് കുട്ടി, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ് എന്നിവർ വീണ്ടും മത്സരത്തിനിറങ്ങും. കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീലയ്ക്ക് പകരം K ദാസൻ മത്സരിക്കും. എലത്തൂരിൽ AK ശശീന്ദ്രൻ മത്സരത്തിനിറങ്ങിയാൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത തന്നെ തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. വടകരയിൽ RJDയും സൗത്തിൽ അഹമ്മദ് ദേവർകോവിലും വീണ്ടും മത്സരിക്കും. സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടം എന്തായാലും ബേപ്പൂരിലേതാകുമെന്ന് ഉറപ്പ്. ഇത്തവണ UDFന്റെ ഭാവി നിർണയിക്കുക മലബാർ. അതിൽ തന്നെ നേതൃത്വം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് കോഴിക്കോട് ജില്ലയിലും. എന്നാൽ കയ്യിലുള്ള ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ലെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.